സ്വപ്നത്തിൽ കണ്ടുമുട്ടിയ കളിപ്പെണ്ണെ, സ്വപ്നത്തിൽ തന്നെ കാണാൻ ഇറങ്ങി വന്നോണേ. കടലിലെ കരിങ്കടലിലെ കറുകറുത്തൊരു മുട്ടെടുത്ത് നിനക്കായി കോർത്തെടുത്തത് കഴുത്തിലിട്ടോട്ടെ. പോരാ പോരാ, അപ്പൂസുമാരും വളരെ മോശം. ഈ ഗായന്റെ എനർജിയാണ് ഒട്ടും പോരാ. കോര, നാളെ കപ്പൊന്നും കിട്ടൂലല്ലോ. ഈ പാട്ട് ഇത്ര എനർജിയിലേ പാടാൻ പറ്റുള്ളൂ. ജൂഡ്സ, ജൂലി, നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് നാളെ വരും. നമുക്ക് പരിപാടി ഒന്ന് കൊഴുപ്പിക്കണ്ടേ? കൊഴുപ്പിച്ച പോരാ, പറപ്പിക്കണം. എടാ നാളെ മാഗി മിസ്സാക്കോണ്ടാ. ആ തള്ളേനെ കണ്ടിട്ട് എന്തിനാ? എടാ നാളെ ജൂലി വരുവോടാ, എങ്ങനെ അവര് പെശക്ക് പാട്ട് പാടാം. അമ്പടി ജൂലി കെട്ടും കഴിഞ്ഞ് 2 പിള്ളേരായി. മൂത്തമോനെ എന്റെ അത്ര ഉണ്ട്. ശവം. എങ്കിൽ ഞാൻ വേറെ പാട്ട് പാടാം. അമ്മലെ പത്തി പിടിയടാ. അന്നായിട്ട് പിടിക്കാം. ഓക്കെ, 3, 2. വരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാച്ചിലിന് ഒതുക്കം കിട്ടിയോടി തങ്കമ്മേ. വരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാച്ചിലിന് ഒതുക്കം കിട്ടിയോടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മോ, അത് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. നിർത്തിക്കടാ, ഒരു റിയൂണിയന് പാടാൻ പറ്റിയ പാട്ടാണ് ഇതൊക്കെ. നമ്മ പണ്ട് ക്ലാസ് ഇരിക്കണ വൈബില്ല, അത് അവിടെ കിട്ടണം. നാളൊരു ഒറ്റ ദിവസത്തേക്ക് നമ്മ വീണ്ടും +2 പഠിക്കണം എല്ലാവർക്കും തോന്നണം. നമ്മുടെ പെർഫോമൻസ് കണ്ട് അന്തം വിട്ടിട്ട് ചാക്കോ സാർ ഒന്ന് പറയണം, ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്സ് എന്ന്. അതെന്തായാലും പറയാൻ പോല. പക്ഷെ നാളെ നമ്മ പരിപാടി പൊളിക്കും. പൊളിക്കണം, പൊളിച്ചടുക്കണം. പക്ഷെ കുറച്ചും കൂടി കുമ്മള്ള പാട്ട് പാടും. അടുത്ത വരിയിലാണോ കുമ്മിരിക്കണ. അമലെ എട്ടി പിടിക്കണ. എന്നാ പത്തി പിടിക്കാം. 3, 4. കുടുംബവാസുന്റെ പാട്ട് കേട്ടടി തങ്കമ്മേ, നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിട്ടിങ്ങി പോയടി തങ്കമ്മേ. കുടുംബവാസുന്റെ പാട്ട് കേട്ടടി തങ്കമ്മേ, നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിട്ടിങ്ങി പോയടി തങ്കമ്മേ. ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ, ഇത് പളനിയാണ്ടവൻ കണിഞ്ഞതാണടി തങ്കമ്മേ. വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ, ഇത് പളനിയാണ്ടവൻ കണിഞ്ഞതാണടി തങ്കമ്മേ. വയസ്സന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ. ശരിയടാ, മതിയടാ. എന്താ കോര, തനിക്ക് ഇതും പോരെ. എടാ നമ്മോനെ സ്കൂളിൽ വെച്ച് റിയൂണിയൻ നടത്താൻ സമ്മതിക്കൂലെന്ന്. അതാരാ കോര അങ്ങനെ പറഞ്ഞത്? നീ ആ ചാക്കോ സാറിനെ വിളിച്ചേ, ഞാൻ സംസാരിക്കാം. നിന്നെ പരിസരത്ത് കണ്ടുകഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുന്ന ചാക്കോ സാർ പറഞ്ഞത്. ഞാൻ എന്താണ് മാവോയിസ്റ്റാ? ചാക്കോന് പണ്ടേ നിന്നെ പൊളിയല്ലേ. ചാക്കോന്റെ ചെന്നിക്കുത്തി ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. കോര, നാളെ നമ്മ സ്കൂളിൽ പോവും. സ്കൂൾ ഗേറ്റിൽ കിടന്നാലും നമ്മ പാടും. അത് കൊള്ളാം, നീ കിടന്നു പാട്, ഞങ്ങൾ ഇരുന്ന് കൊട്ട. നമ്മുടെ പാട്ട് കേൾക്കാണ്ട് ഒറ്റൊരുത്തരും നാളെ സ്കൂൾ ഗേറ്റ് വിട്ട് പുറത്തു പോകൂല. യെസ്, ഇതാണ് നമ്മുടെ പഴയ മൈൻഡ്. നിങ്ങൾ പാടണം, എന്റെ എല്ലാ ഫുൾ സപ്പോർട്ടും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അത് മതി കോര, താങ്ക് യു. നമ്മ ബാക്ക് സീറ്റ് ബോയ്സ് ആരാന്ന് നാളെ ചാക്കോ അറിയണം. അമലേ പത്തി പിടിയടാ.